വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഇന്നും നാളെയും കഥയുടെ ഓരോ ചെറിയ ഭാഗങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇന്നലെ വൈകിട്ട് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി ഇന്നും വൈകിട്ടുണ്ട്. പറയാൻ ഇനിയും 47. തിങ്കളാഴ്ച കാലത്ത് ഓഫീസിലിരിക്കുമ്പോൾ ഒരു വിസിറ്റർ ഉണ്ടെന്ന് റിസപ്ഷനിൽ നിന്നും വിളിച്ചു പറഞ്ഞത് കേട്ട് വിസിറ്റേഴ്സ് റൂമിലേക്ക് ചെന്ന വിഭ അവിടെ ഇരിക്കുന്ന കിരണിന്റെ അച്ഛൻ ഹരിഹരനെ കണ്ട് സന്തോഷത്തോടെ ഓടിച്ചെന്നു. എന്താ അച്ഛാ പതിവില്ലാതെ? അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്ന അവൾ സന്തോഷത്തോടെ അച്ഛന്റെ കൈകൾ എടുത്തു പിടിച്ചു. അവളുടെ തലമുടിയിൽ ഒന്ന് തലോടിയിട്ട് ഹരിഹരൻ പറഞ്ഞു, എനിക്കെന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി, വന്നു. എന്തേ? അതിനെന്താ, അച്ഛൻ എപ്പോ വേണേലും വന്നൂടെ? ഫോൺ വിളിച്ചാല് അമ്മ എടുത്താലൊന്ന് പേടിച്ചാ ഞാൻ വിളിക്കാത്തെ. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് താമസിച്ചാലല്ലേ മോളെ എന്റെ ഫോൺ അവൾ എടുക്കൂ. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നേ? അച്ഛൻ ഇപ്പൊ വീട്ടിലല്ലേ താമസിക്കുന്നേ? ആരുടെ വീട്? അതിപ്പോ എന്റെ വീടല്ല മോളെ, അവളുടെയും അവളുടെ ഇഷ്ടക്കാരൻ അലക്സിന്റെയും വീടല്ലേ അത്. അച്ഛൻ പറഞ്ഞത് കേട്ട് ഒന്നും പറയാനില്ലാത്തതുപോലെ വിഭ സങ്കടത്തോടെ അച്ഛനെ നോക്കി. അച്ഛൻ ആ വീട്ടിലെ സ്ഥാനം പണ്ടേ നഷ്ടപ്പെട്ടതാ മോളെ. ഒരുപക്ഷേ അച്ഛന്റെ കഴിവുകേട് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയത്. അതുകൊണ്ട് തന്നെയാ ഒന്നിനും ഇടപെടാതെ അച്ഛൻ മാറി നിന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം കൺമുന്നിൽ വെച്ച് കരുതാത്തത് കണ്ടപ്പോ സഹിച്ചില്ല. അവനെ തല്ലിയ എന്നെ ശപിച്ചുകൊണ്ടാണ് അവൾ ഉപദ്രവിച്ചത്. കൂടെ എന്റെ മകനും കൂടി. ഇനിയും വയ്യ മോളെ പിടിച്ചു നിൽക്കാൻ. അച്ഛന് എന്റെ കൂടെ വന്ന് താമസിച്ചൂടെ? അയാൾ അവളെ നിറഞ്ഞ മനസ്സോടെ നോക്കി ചിരിച്ചു. മോളങ്ങനെ ചോദിച്ചല്ലോ, അത് മതി. മോളിപ്പോ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഹരിണി പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോ തന്നെ സന്തോഷമായി അച്ഛന്. അത് മതി. അച്ഛനെങ്കിൽ ഹരിണിന്റെ കൂടെ ബാംഗ്ലൂർക്ക് പോയിക്കൂടെ? അവളും വിളിച്ചതാ. ഇനി ഓടം വയ്യ മോളെ, തളർന്നുപോയി. എല്ലാ ഭാരങ്ങളും അഴിച്ചുവെച്ച് ഇനിയൊന്ന് വിശ്രമിക്കണം. ഒന്നും പറയാനില്ലാതെ അവൾ അച്ഛനെ നോക്കിയിരുന്നു. അച്ഛൻ അറിഞ്ഞുകൊണ്ടല്ല മോളുടെ കല്യാണം നടന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു അറിഞ്ഞത്. അറിഞ്ഞപ്പോഴും അവൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ അച്ഛൻ കൂട്ടു നിൽക്കില്ലായിരുന്നു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും അച്ഛൻ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ഇതേ ഉള്ളൂ. കയ്യിലിരുന്ന ബാഗിൽ നിന്നും ചെറിയൊരു പൊതിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ അച്ഛന്റെ മുഖത്തേക്കും ആ പൊതിയിലേക്കും മാറി മാറി നോക്കി. അവൻ മോൾക്ക് തരാൻ ബാക്കിയുണ്ടായിരുന്ന 4 പവനാണിത്. കുറച്ച് കൂടുതൽ കാണും. ആ കടം അച്ഛൻ വീട്ടിക്കോട്ടെ മോളെ. ഹരിഹരന്റെ വാക്കുകൾ പതറിപ്പോയി. അച്ഛന്റെ സങ്കടം കണ്ടതോടെ അവളുടെ കണ്ണുകളും നിറഞ്ഞു. എന്തിനാച്ച ഇതിപ്പോ? അയാൾ കൈ ഉയർത്തി അവളെ തടഞ്ഞു. മോൾ എതിര് പറയരുത്. അച്ഛന്റെ ഒരു സന്തോഷമാണെന്ന് കൂട്ടിയാ മതി. അച്ഛനെന്ന് ഇറങ്ങിക്കോട്ടെ, മോൾക്ക് നല്ലതേ വരും. എന്നാ ഊണ് കഴിച്ചിട്ട് പോകാച്ച? വേണ്ട മോളെ, പോയിട്ട് ആവശ്യമുണ്ട്. യാത്ര ചോദിച്ചിട്ട് ബാഗും കഷത്തിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആ രൂപം അവളുടെ കണ്ണുകൾ നീട്ടി നിറഞ്ഞു വന്ന മിഴിനീരിൽ മങ്ങിപ്പോയി. അന്ന് ഉച്ച കഴിഞ്ഞ് ശബരിയുടെ പിള്ളേരെയും കൊണ്ട് ലുലുവിൽ പോയ സുദേവ് വൈകുന്നേരം അവരെ വീട്ടിലാക്കി തിരികെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ വിഭ കിടക്കുകയായിരുന്നു. ലുലുവിൽ പോകാൻ അവർ വിളിച്ചിരുന്നെങ്കിലും വിഭയ്ക്കും ആശ്രയയ്ക്കും നിശ്ചയവും കല്യാണവും കാരണം ഇനിയും ലീവ് എടുക്കേണ്ടത് കൊണ്ടായിരുന്നു അവർ പോകാതിരുന്നത്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വന്ന് വാതിൽ തുറന്ന വിഭയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടതും സുദേവിന് വേവലാതിയായി. എന്താണ് വിഭക്കുട്ടി മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? പനി വല്ലതുമുണ്ടോ? അവളുടെ നെറ്റിയിൽ കൈവച്ച് ചൂടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് സുദേവ് ചോദിച്ചത്. ഏയ്, പനിയൊന്നുമില്ല ഉണ്ണിയേട്ടാ. ഇന്ന് ആലപ്പുഴയിലെ അച്ഛൻ കാണാൻ വന്നിരുന്നു. ആര്? ആ കിരണിന്റെ അച്ഛനോ? തല കുലുക്കിയിട്ട്
തളർച്ചയുള്ളതുപോലെ അവൾ വാതിലിൽ ചാരി നിന്നു. എന്തിനാ പുള്ളി വന്നത്? അവളുടെ നിൽപ്പ് കണ്ട് മുഖം ചുളിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത്. പറയാം, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. അവനോട് അതും പറഞ്ഞ് അകത്തേക്ക് പോയ അവൾ ചെറിയൊരു പൊതിയുമായി തിരികെ വരുന്നത് കണ്ട് അവൻ ആകാംക്ഷയോടെ ആ പൊതിയിലേക്ക് നോക്കി. എന്താടാ ഇത്? അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ ആ പൊതി തുറന്നു. 8 സ്വർണവളകൾ. ഇതെവിടുന്നാ? ആ പൊതിയിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇത് തരാനാ അച്ഛൻ വന്നത്. കിരൺ നമുക്ക് തരാനുള്ള 4 പവന് പകരം 8 പവൻ. ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞിട്ടില്ലേ ഒരു അലക്സിനെ പറ്റി? ആ വളകൾ വീണ്ടും പൊതിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. കിരണിന്റെ വീട്ടിൽ വെച്ച് നിന്നെ കയറി പിടിക്കാൻ വന്നവനല്ലേ? അതെ, അത് മാത്രമല്ല, അയാളും അവന്റെ അമ്മയും തമ്മിൽ അരുതാത്ത ബന്ധവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അച്ഛൻ കണ്ടത്രേ. അവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉണ്ണിയേട്ടാ. അച്ഛൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. പറഞ്ഞു കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല ഉണ്ണിയേട്ടാ. നമ്മുടെ കൂടെ വന്ന് താമസിക്കാൻ ഞാൻ വിളിച്ചതാ, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. സാരമില്ലടാ, നമുക്കൊരു ദിവസം നേരിട്ട് പോയി അച്ഛനെ കാണാം. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ. ആണോ? ഉണ്ണിയേട്ട വരോ? പിന്നെ വരാതെ. ഒന്നുമില്ലെങ്കിലും 1-2 കൊല്ലം നിന്നോടല്പം സ്നേഹവും കരുണയും ഒക്കെ കാണിച്ച ആളല്ലേ. അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് കുഞ്ഞോളിപ്പോ പോയി കുളിച്ച് ചുന്തരി കുട്ടിയായി വന്നേ. ഞാൻ അപ്പോഴേക്കും ചായ ഉണ്ടാക്കാം. വേണ്ട, ഉണ്ണിയേട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ചായ ഞാൻ ഉണ്ടാക്കാം. അത് വേണ്ട, നമുക്ക് 2 പേർക്കും ഫ്രഷ് ആയിട്ട് ഒരുമിച്ച് ചായ ഉണ്ടാക്കാം. എന്തേ? എന്നാ ഓടിപ്പോയി കുളിച്ചിട്ട് വാ. അവളുടെ മൂക്കിൻ തുമ്പത്ത് ഒന്ന് വലിച്ചിട്ട് അവൻ മുറിക്കകത്തേക്ക് കയറി. അന്ന് രാത്രി ഭക്ഷണവും കഴിഞ്ഞ് അവർ നേരത്തെ തന്നെ കിടന്നു. കാലത്തെ അനുഭവിച്ച ടെൻഷനും വിഷമവും ഒക്കെ കാരണം കിടന്ന പാടെ വിഭ ഉറങ്ങിപ്പോവുകയും ചെയ്തു. രാത്രി സുധേ വിളിക്കുന്നത് കേട്ടാണ് ഉറക്കത്തിൽ നിന്നും അവൾ ഞെട്ടി ഉണർന്നത്. ബെഡ്റൂം ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ കട്ടിലിനരികിൽ നിൽക്കുന്ന സുദേവിനെ കണ്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്താ ഉണ്ണിയേട്ടാ? ഏയ്, പേടിക്കാനൊന്നുമില്ല, വാ എഴുന്നേൽക്ക്. എന്താ കാര്യമെന്ന് പറയുന്നേ? അവൾ പരിഭ്രമം മാറാതെ എഴുന്നേറ്റ് ഇരുട്ടത്ത് നിൽക്കുന്ന അവനെ നോക്കി. വാ. അവൻ കയ്യിൽ പിടിച്ച് വലിച്ചതോടെ അവൾ അവന്റെ കൂടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് ഹാളിലെ ലൈറ്റ് തെളിഞ്ഞതും 4 ഭാഗത്തു നിന്നും പാർട്ടി പോപ്പേഴ്സ് പൊട്ടി അതിലെ ഗിൽറ്റ് പേപ്പേഴ്സ് ചുറ്റിനും ചിതറിയതും. ഞെട്ടിപ്പോയ അവൾ കണ്ണുകൾ ഇറുക്കെ പൂട്ടി കാതുകൾ അടച്ചതും അവിടെ ഒരു കോറസ് മുഴങ്ങി. അത് കേട്ട് പകച്ചു പോയ അവൾ കണ്ണുകൾ മിഴിച്ചു നോക്കി. ചുറ്റിനും നിന്ന് കൈയടിക്കുന്ന ഹരിയെയും ആശ്രയെയും ശബരിയെയും ശ്രീജയെയും സുദേവിനെയും ഒക്കെ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ അവൾ അന്താളിച്ചു നിന്നു. ജന്മദിന ആശംസകൾ വിഭക്കുട്ടി. തൊട്ടടുത്തു നിന്നും സുദേവിന്റെ മന്ത്രണം കേട്ടതും അവൾ മുഖം വെട്ടിത്തിരിച്ച് അവനെ നോക്കി. അവളുടെ മുഖം സന്തോഷവും അത്ഭുതവും കൊണ്ട് നിറഞ്ഞു. ഇതൊക്കെ എങ്ങനെ? ചിരിച്ചുകൊണ്ട് ചുറ്റിനും അടുത്തവരോട് അവൾ ചോദിച്ചു. നമ്മുടെ ആശ്രയമാണ് പറഞ്ഞത്. സുദേവ് ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ കൂർപ്പിച്ച് ആശ്രയെ നോക്കി. ആശ്രയമേ, യു ടു ബ്രൂട്ടസ്. അവളുടെ പരാതി കേട്ട് ആശ്രയ ചിരിച്ചുകൊണ്ട് ഹരിക്കൊപ്പം നിന്നു. വാ വാ, സമയമില്ല, കേക്ക് കട്ട് ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്നും കേക്കും എടുത്തുകൊണ്ടുവരുന്ന സുദേവിനെ കണ്ട് എല്ലാവരും കൂടി ടീപ്പോയ് സെറ്റ് ചെയ്തു. ടീപ്പോയിലേക്ക് തുറന്നു വെച്ച പ്രാലയൻ കേക്കിന്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ വിഭക്കുട്ടി എന്ന് എഴുതിയേക്കുന്നത് കണ്ട് അവൾ സുദേവിന്റെ നേർക്ക് നോക്കി. ആള് കേക്കിന്റെ മുകളിൽ 26 കുത്തി നിർത്താനുള്ള ശ്രമത്തിലാണ്. അവളുടെ പീലികൾ സന്തോഷം കൊണ്ട് നനഞ്ഞു. വാ. അവൻ വിളിച്ചത് കേട്ട് അവൾ അടുത്തേക്ക് ചെന്നു. 26 എന്നെഴുതിയ ആ മെഴുകുതിരി കത്തിച്ചിട്ട് അവൻ കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തിയെടുത്ത് അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഒന്ന് നോക്കി ചിരിച്ചിട്ട് മെഴുകുതിരി ഊതിക്കെടുത്തിയ ശേഷം
അവൾ ആ കേക്ക് കട്ട് ചെയ്തു. കയ്യടിയോടൊപ്പം ബർത്ത്ഡേ ഗാനം മുഴങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ബേബി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരും കൈയടിക്കുന്നതിനിടയിൽ ആദ്യം കട്ട് ചെയ്ത കേക്കിന്റെ പീസ് അല്പം പോലും ശങ്കയില്ലാതെ അവൾ സുദേവിന്റെ നേർക്ക് നീട്ടി. അവൻ അതിലൊരു കടി കടിച്ചിട്ട് ബാക്കി പൊട്ടിച്ചെടുത്ത് അവളുടെ വായിലേക്കും വെച്ചുകൊടുത്തു. അത് കഴിഞ്ഞ് അവൾ ഓരോ പീസായി കട്ട് ചെയ്തെടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. അവരും തിരികെ അവൾക്കും നൽകി. ആശ്രയ അല്പം കേക്ക് വാരി അവളുടെ കവിളിൽ തേക്കുകയും ചെയ്തു. ആദ്യം സമ്മാനം നൽകിയത് ശബരിയും ശ്രീജയും ചേർന്നായിരുന്നു. അവർ കൊടുത്ത ബോക്സ് അവൾ തുറന്നു നോക്കി. ഹോസ്റ്റലിന്റെ നല്ലൊരു ലേഡീസ് വാച്ച്. ഹരിയും ആശ്രയയും കൂടി അവൾക്ക് നൽകിയത് ഒരു കൈച്ചെയിനാണ്. ജീവിതത്തിൽ ആദ്യമായി ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ സന്തോഷം അവളുടെ ഉള്ളിൽ നിറഞ്ഞത് ഇടയ്ക്കിടെ അവളെ കണ്ണുകളെ നനച്ചുകൊണ്ടിരുന്നു. ആദ്യമായി ലഭിച്ച സമ്മാനങ്ങളും നെഞ്ചോട് ചേർത്തു പിടിച്ച് ആ കണ്ണുനീരിനിടയിലും പുഞ്ചിരിയോടെ അവൾ സുദേവിനെ നോക്കി. കണ്ണു ചിമ്മി ഒന്ന് ചിരിച്ചിട്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. കാര്യമെന്തെന്ന് മനസ്സിലാവാതെ കിട്ടിയ സമ്മാനങ്ങളും കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ അവന്റെ പുറകെ ചെന്നു. പുറകിൽ നിന്നും അടക്കിപ്പിടിച്ച ചിരികൾ. അവൾ തിരിഞ്ഞു നോക്കി. ബാക്കിയുള്ളവരും അവർക്ക് പിന്നാലെ വരുന്നുണ്ട്. പടികൾ ഇറങ്ങി താഴെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയ അവളുടെ കണ്ണുകൾ ഒന്നുകൂടി മെഴിഞ്ഞു. അവിടെ ഒരു ചുവന്ന സ്കൂട്ടി റിബൺ ഒക്കെ വെച്ച് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ വിപക്കുട്ടി എന്നൊരു ബോർഡും അതിൽ തൂങ്ങുന്നുണ്ട്. പകച്ച മിഴികളോടെ സുദേവിനെ നോക്കിയ അവളുടെ കയ്യിലേക്ക് അവനൊരു കീ ചെയിൻ വെച്ചു കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ വിപക്കുട്ടി. അവളുടെ കവിളിലൊന്ന് കിള്ളിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അത്രയും നേരം പിടിച്ചു നിർത്തിയ കരച്ചിൽ പൊട്ടിപ്പോയി അവൾക്ക്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ കണ്ണുകൾ പൊത്തി നിന്നു അവൾ. ഒരു കൈകൊണ്ടവൻ അവളുടെ തോളത്തൊന്നു തൊട്ടതും അവൾ അവനിലേക്ക് മെല്ലെ ചാഞ്ഞു വന്നു. മറ്റുള്ളവർ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ അവൻ അവളെ ചേർത്തു പിടിച്ചു. സന്തോഷം വന്നപ്പോൾ കരയുന്നോ എന്നും ചോദിച്ച് ഹരി അവളെ കളിയാക്കിയതും ബാക്കിയുള്ളവർ അവനെ എടുത്തിട്ട് പൊരിക്കുന്നത് കണ്ട് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചിരിച്ചു. നിങ്ങൾ പോന്നപ്പോ പിള്ളേരെ കൂടെ വരാൻ ബഹളം വെച്ചില്ലേ? അപ്പച്ചയ്ക്കും പിള്ളേർക്കുമുള്ള കേക്ക് പൊതിഞ്ഞെടുക്കുകയായിരുന്ന ശ്രീജയോട് വിഭ ചോദിച്ചു. ഏയ്, രണ്ടിനെയും അപ്പച്ചിയുടെ കൂടെ ഉറക്കി കിടത്തിയിട്ടാ ഞങ്ങൾ പോന്നേ. ഉറക്കം നിന്നാല് അപ്പച്ചിക്ക് തലവേദന വരും. ഇല്ലേ അപ്പച്ചിയും കൂടെ പോന്നേനെ. പിന്നെ അപ്പച്ചിയുടെ വക പിറന്നാൾ സമ്മാനം മൂത്ത മരുമകൾക്ക് നേരിട്ട് തരാമെന്നാണ് കേട്ടോ അപ്പച്ചി പറഞ്ഞിരിക്കുന്നേ. ശ്രീജയുടെ മറുപടി കേട്ട് അവൾ ചിരിയോടെ തലയാട്ടി. അല്പനേരം കൂടി എല്ലാവരും ഒരുമിച്ച് മുകളിൽ ചിലവഴിച്ച ശേഷം ശബരിയും ശ്രീജയും ഹരിയും യാത്രയായി. രാത്രി വൈകിയതിനാൽ ആശ്രയ അന്ന് വിഭയോടൊപ്പം അവിടെ കൂടി. ഒന്ന് ഫ്രഷ് ആകാൻ ആശ്രയ വാഷ്റൂമിലേക്ക് കയറിയപ്പോൾ വിഭ ഹാളിൽ തന്നെ നിൽക്കുകയായിരുന്ന സുദേവിന്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാ ഉണ്ണിയേട്ട സ്കൂട്ടി ഗിഫ്റ്റായിട്ട് വാങ്ങി? ഇത്രയും വില പിടിച്ചൊരു ഗിഫ്റ്റ് ഇഷ്ടപ്പെടുമോ എന്നൊരു സങ്കോചത്തോടെയാണ് അവൾ അത് ചോദിച്ചത്. സമ്മാനത്തിന്റെ വില അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുടെ സന്തോഷമല്ലേ വിഭക്കുട്ടി? അതിന് മെറ്റീരിയൽ വാല്യൂ ആയി കാണേണ്ട ആവശ്യമില്ല. അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി. പിന്നെ ഞാൻ വേറെ ആർക്കുമൊന്നും അല്ലല്ലോ വാങ്ങിക്കൊടുത്തത്. ആർക്കാ? അവളും കണ്ണുകളിൽ കുസൃതി നിറച്ച് തിരികെ നോക്കി. അത് അവളുടെ ചോദ്യത്തിന് അവൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആശ്രയ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ആഹാ, നീ ഇവിടെ നിൽക്കണോ? ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന ആശ്രയയെ അന്ന് ആദ്യമായി ഒരു ശത്രുവിനെ പോലെ വിഭ നോക്കി. ആശ്രയത്തിന്റെ മുതുമുത്തച്ഛന്മാർ വരെ സ്വർഗത്തിലിരുന്ന് തുമ്മുന്നതറിയാതെ അവൾ ചിരിയോടെ വിഭയുടെ അടുത്തു നിന്നു. തുടരും. ചെറിയ ഭാഗമാണ് എന്നോർത്ത് അഭിപ്രായം പറയാതെ പോകരുതേ. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ.
See you soon.